സഖാവ് ജോൺ ബ്രിട്ടാസിന്റെ പാർലമെന്റ് പ്രഭാഷണങ്ങൾ വൈകാതെ ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഭയങ്കര എന്താണ് ഓരോ സംഭവങ്ങള്. വിപ്ലവകാരികൾ ഒരു വാക്കിലേക്ക് ചുരുങ്ങുന്ന മഹാത്ഭുതം ഇവിടെ സംഭവിക്കുന്നു. ഡെബിളെ റഹീമിനെ കാണുമ്പോൾ ക്യാൻ യു ഇപ്പോഴിതാ ഹമ്മ 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 ഹമ്മ. On review petition, sir, the review petition, your amma. ഇന്ത്യൻ പാർലമെന്റിന്റെ മഹനീയമായ സഭയിലിരുന്ന് അമ്മയ്ക്ക് വിളി കേൾക്കുക എന്ന നിയോഗം ലഭിച്ച അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറിയിരിക്കുന്നു ബ്രിഡ്ജാസ്. എവിടെ ചെന്നാലും ഒരു പട്ടി ഷോ ഉണ്ട്, അവിടെ നിന്നെല്ലാം കണക്കിന് കിട്ടുകയും ചെയ്യും. എന്താണ് ബാബട്ട് ഞാനിപ്പോ എന്താ ചെയ്തത്? അന്നെ കൊണ്ട് നല്ല വെറുപ്പിക്കലായി. ഈ ബ്രിട്ടാസിന് നാണമില്ലേ ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പോരാഞ്ഞിട്ട് അവിടെ ചെന്ന് ആളാം വീതം ചോദിച്ചു വാങ്ങാൻ? ചുമ്മാ പോസ് കാണിക്കാന്നല്ലാതെ ഇവനെ കൊണ്ട് ഒറ്റ പ്രയോജനം. Honorable John Britta should stay here to hear the reply. Communists in this country, they don't have the courage. വയറ് നിറച്ച് എവിടുന്നെങ്കിലും കിട്ടിയാലും പിന്നെയും യാചിച്ചോണ്ട് ഓരോരുത്തരുടെയും പുറകെ പോകുന്നതാണ് ബ്രിട്ടാസ് അണ്ണന്റെ ശീലം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ബ്രിട്ടാസ് വലിയ പണ്ഡിതനാണ്, വലിയ ചിന്തകനാണ്. അതിൽ ഇംഗ്ലീഷ് തെറ്റുകൂടാതെ പറയാൻ അറിയുന്ന CPM-ലെ അപൂർവത്തിൽ അത്യപൂർവം പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറൊരു കഥാപാത്രമുണ്ട്, റഹീം. ഇംഗ്ലീഷിൽ പറഞ്ഞു തീരൂ എന്ന് വാശിയുള്ള ഒരാള് ഡെബിളെ റഹീമാണ്. പുള്ളിയുടെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ വിശ്വവിഖ്യാതമാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പക്ഷെ ബ്രിട്ടാസ് അങ്ങനെയല്ല, പുള്ളിക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം. ഡെബിളെ റഹീമിന്റെ പോലെയല്ല. നോട്ട് ഓൺലി ബട്ട് ഓൾസോ മാത്രമല്ല, മിക്കവാറും വാക്കുകളൊക്കെ അദ്ദേഹത്തിന് അറിയാം. ശകലകലാവല്ലഭൻ, പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. മറ്റുള്ളവരെ ചൊറിയുന്ന സ്വഭാവവും ഈ പട്ടി ഷോ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഹസനവും ഒക്കെ കൂടുതലുള്ള ഒരു CPM നേതാവാണ് ജോൺ ബ്രിട്ടാസ്. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? എല്ലാം കൂടെ കൃത്യമായിട്ട് ഒരു പ്രസ്ഥാനത്തിൽ തന്നെ എങ്ങനെ വന്നു ചേർന്നു എന്നതാണ് അത്ഭുതം. അവർ honorable farmer chief minister അമ്മ. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ തമിഴിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് ജയലളിതയാണ്. അമ്മ എന്ന് പറഞ്ഞപ്പോൾ ബിച്ചമ്മ, ഊസമ്മ എന്ന രീതിയിൽ ചോദിച്ചു, ആരമ്മ, എവിടത്തെ അമ്മ? And respected. ഇങ്ങനെയുള്ളവന്മാരെല്ലാം കൂടെ ചെന്ന് ആ പ്രസ്ഥാനം അങ്ങനെ ആയതാണോ, അതോ ആ പ്രസ്ഥാനത്തിൽ ചെല്ലുന്നവന്മാരെല്ലാം ഇങ്ങനെ ആയി തീരുന്നതാണോ? On review petition and respected. ഒരു തവണ ചോദിച്ചപ്പോൾ തമ്പിദുരം മൈൻഡ് ചെയ്തില്ല, പുള്ളി ശ്രദ്ധിച്ചില്ല. വീണ്ടും ചോദിച്ചപ്പോൾ തമ്പിദുര ഇറിറ്റേറ്റഡ് ആയി. The earlier judgment striking down Nate. പുള്ളി പക്ഷേ ക്ഷമിച്ചു. പോട്ടെ, വിവരമില്ലാത്തവനാണല്ലോ, ബ്രിട്ടാസ് എന്ന് പേരുണ്ട്. ഇവന്റെ സ്വഭാവം പൊട്ടാസിന്റെയാണ്. അത്രയൊക്കെ പോട്ടുള്ളൂ. ഒരു ഓലപ്പടക്കത്തിന്റെ അത്ര സ്ഫോടന ശക്തി പോലും ഇല്ലാത്തവനാണ് ഈ ജോൺ ബ്രിട്ടാസ്. പിന്നെ അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണല്ലോ. അവന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരവും ഇല്ല, വിവേകവും ഇല്ല. അതാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പിണറായി വിജയന്റെ ഒരു സ്തുതി ഗായകനായതുകൊണ്ട് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വിട്ടു, അത്രേ ഉള്ളൂ. അത് രാജ്യസഭയിലും എല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയിലും എല്ലാവർക്കും അറിയാം. പുള്ളി അല്ലാതെ ചോരച്ചാലുകൾ നീന്തി കയറിയ വലിയ ധീരസഖാവൊന്നുമല്ല. ഒരു ലാത്തി ചാർജിലും പുള്ളി അടിമേടിച്ചിട്ടില്ല. എത്തപ്പയുടെ ഒരു സമരത്തിലും പുള്ളി പങ്കെടുത്തിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പൊ അദ്ദേഹം ഇതുപോലെ മൂന്നാമത് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം മുഖമടച്ച് ഒന്നു കൊടുത്തു. Sir, the review petition, your amma. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിളി ചോദിച്ചു വാങ്ങുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം ഭാഷയിലാണെങ്കിൽ തള്ളയ്ക്ക് വിളി എന്ന് പറയും. അതോടുകൂടി ജോൺ ബ്രിട്ടാസിന് മതിയായി. അമ്മ എന്ന് കേൾക്കുമ്പോൾ പിന്നെ ഭാരതാംബ, പിന്നെ മറ്റു പല അമ്മമാർ, അങ്ങനെയുള്ള അമ്മമാരെയൊക്കെ കേൾക്കുമ്പോഴേ പുള്ളിക്ക് മമ്മി എന്നല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണറബിൾ അമ്മ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. അതുവരെ ഉറക്കം തൂങ്ങിയിരുന്നാണ്. ചാടി എഴുന്നേറ്റ് പുള്ളിയുടെ മറ്റേ ആ ചെവിയിലിരിക്കുന്ന മറ്റേ ഹെഡ്ഫോണൊക്കെ ഊരി മാറ്റിയിട്ട് അമ്മേ യാതമ്മ വിച്ചമ്മ വിച്ചമ്മ ഒന്ന് വിച്ചമ്മ. ഈ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ബ്രിട്ടാസിന് തോന്നേണ്ടത് തോന്നി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. Our honorable farmer chief minister അമ്മ and respected your amma. ആ വിളിച്ചത് കേട്ടപ്പോ കാണിച്ച ഒരു എക്സ്പ്രഷൻ അതായിരുന്നു അതിനേക്കാളും ഹൈലൈറ്റ്. കൈകൂപ്പി അങ്ങ് ചിരിക്കുകയാണ്, സന്തോഷമായെന്ന്. മലയാളികളെ മുഴുവനായിട്ട് നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക, അങ്ങോട്ട് കെട്ടും കെട്ടി പോവുകയാണെന്നാണ് തോന്നുന്നത്. ഒരു പ്രത്യേക ജീവിതമല്ലേ. രാഷ്ട്രപിതാവിനെ തമിഴൻ വിളിക്കുന്നത് ദേശത്തന്തൈ എന്നാണ്. അത് കേൾക്കുമ്പോൾ ബ്രിട്ടാസ് വിച്ച് തന്ത എന്ന് ചോദിച്ചാൽ ഇതുപോലെ ആയിരിക്കും മറുപടി കിട്ടുക. ഇങ്ങനെ സഭയിൽ ചെന്ന് അമ്മയ്ക്ക് വിളിയും വാങ്ങിക്കൂട്ടി എങ്ങനെ ജോൺ ബ്രിട്ടാസ് കേരളത്തിലേക്ക് മടങ്ങി വരും? പുള്ളിയുടെ മുഖത്ത് പണ്ട് തന്നെ ഒരു ചമ്യ ഭാവമുണ്ട്, ജന്മസിദ്ധമായി ലഭിച്ചതാണ്. അപ്പൊ ആ ചമ്മൽ അല്പം കൂടി ഒന്ന് സ്പഷ്ടീകരിച്ചു എന്ന് മാത്രം.
ലോകവ്യാപകമായിട്ട് ആഘോഷിക്കണി ബ്രിട്ടാസ് എന്ന് പറഞ്ഞ പൊട്ടന് തമ്പിദുരൈ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പെരിയ ലീഡർ കൊടുത്ത ചെറിയ ഒരു ശിക്ഷ, തലക്കെട്ടൊരു കിഴക്ക്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. ബ്രിട്ടാസ് പലയിടത്തും ആളാകാൻ പോവുകയാണ്. അവിടെ നിന്നെല്ലാം വയറ് നിറച്ച് വാങ്ങിക്കൂട്ടുന്നുമുണ്ട്. മാർസിസ്റ്റുകാർ വരെ രഹസ്യമായിട്ട് ഇത് കണ്ട് സന്തോഷിക്കും. യവൻ ഇത് കിട്ടിയല്ലോ കർത്താവേ, അല്പം വൈകിട്ടാണെങ്കിലും പുള്ളിക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവർ കുതിച്ചു വരച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാരനും BJP-കാരനും പറയാനുമില്ല. അവരൊക്കെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബ്രിട്ടാസിന് ഒരു ചമ്മലുമില്ല. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഒന്നും കൊണ്ടത്? പുള്ളി ഇതല്ല ഇതിലും വലുത് വന്നാലും ഇതിനേക്കാൾ വലിയ നാറ്റം സഹിച്ചാലും അതൊക്കെ ഒരു അത്തറിന്റെ പരിമളമായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ബ്രിട്ടാസിനെ സംബന്ധിച്ചുള്ള ഈ നമുക്ക് നാറ്റമായിട്ട് തോന്നുന്ന പുള്ളിക്ക് സെന്റിന്റെ പരിമളമായിട്ട് തോന്നും. ഈ കർക്കടക മാസം മൊത്തത്തിൽ ബ്രിട്ടാസിന് തട്ടുകേടാണ്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. മെയിൻ പണികൾ ഇതൊക്കെയാണ്: പട്ടി ഷോ, ചൊറിച്ചില്, മെഴുകല്. ഇത് 3 നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് MP എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് യാതൊരു നാറ്റവുമില്ല. നാറ്റം ബാക്കിയുള്ളവർക്കാണ്. നടൻ വിനായകന്റെ വായിലെ വിസർജ്യം മുതൽ പാർലമെന്റ് മെമ്പറിന്റെ തള്ളയ്ക്ക് വിളി വരെ ഏറ്റുവാങ്ങിയിട്ടും ബ്രിട്ടാസ്യത്തിന് യാതൊരു കുലുക്കവുമില്ല. ഒരു മാറ്റമില്ലല്ലോ. യഥാർത്ഥത്തില് ഞാൻ ഇന്നലെ ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. John Brittas can please stay here if he wants to hear one line, sir. That's a typical communist style. Blast everybody with not facts. Twist the facts and do something, and also demand my right, I have to speak, all that. കേരളത്തിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയെ നിർമ്മല സീതാരാമൻ സഭയിൽ കണ്ടവയങ്ങ് ഓടിച്ചിട്ടുണ്ട്. And when actually the replies are going to be given to them point by point, they don't have the courage. Cowards! നിർമ്മലക്കെന്ത് പൊട്ടാസ്, നിർമ്മല സീതാരാമൻ എന്ത് ജോൺ ബ്രിട്ടാസ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഞങ്ങളുടെ കേരളത്തിലെ അടുത്ത പിണറായി ആവാൻ മുന്നോട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാ. ഇങ്ങനെയും തേച്ചൊട്ടിക്കരുത്. എങ്ങനെയൊക്കെയോ ഇമേജ് ബിൽഡ് ചെയ്ത് ഇവിടെ കോൺഗ്രസ്സുകാരെ തൊണ്ടിയും ചൊറിഞ്ഞൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയും തേച്ചൊട്ടിക്കരുതായിരുന്നു. നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെ പറയണം. ബ്രിട്ടീഷുകാർക്ക് 10-11 മാപ്പപേക്ഷ കൊടുത്ത സവാർക്കറുടെ അനുയായിയാണ്. ബ്രിട്ടാസിനെ സഭയിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും മിണ്ടില്ല, ഓടി കേരളത്തിലെത്തും. അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ വീര പോരാളിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. ഇതാണിപ്പോ കമ്മ്യൂണിസ്റ്റുകളുടെ രാജ്യത്തെ അവസ്ഥ. ഈ നശിച്ച ഇടപാടൊക്കെ കാരണം മാറുന്നത് കേരളം കൂടിയാണല്ലോ. അത് ഓർക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ വിഷമം. ജോൺ ബ്രിട്ടാസ് പുറത്തിറങ്ങിയ ഒരൊറ്റ കാച്ചലാണ്. RSSന്റെ ഹിറ്റ് ലിസ്റ്റിലെ 3ാമത്തവനാണ് ഞാൻ ഇന്ന്. അമ്പട ഞാനേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ RSS ഉണ്ടാക്കി അവനെ പോലുള്ളവനെയൊക്കെ 3ാം സ്ഥാനത്ത് RSS പിടിച്ചിരുന്നെങ്കിൽ അതിലും പല നാണക്കേട് ആ സംഘടനയ്ക്ക് പിന്നെ വരാനുണ്ടോ? ഇത് A.A. റഹീം, ശിവദാസൻ MP, ജോൺ ബ്രിട്ടാസ് ഇവരൊക്കെയാണ് RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. അതിലും പല ഒരു ഗതികേട് സത്യം പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് വരാനില്ല. ഒരു ദിവസം പോലും പാർലമെന്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും അനുയായിയായ നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇനിയും നിങ്ങൾ BJP-യെ പഠിപ്പിക്കാൻ മാത്രമൊക്കെ വളർച്ചയുണ്ട് എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഈ രാജ്യത്ത് എത്ര MP നിങ്ങൾക്കുള്ളത്? 1, 2, 3 ഈ വിരലിൽ തീരൂലേ? എന്തൊക്കെ ആരുടെയൊക്കെ വായിന്ന് കേട്ടാലും ഇളിച്ചു പിടിച്ചുകൊണ്ടെങ്കിരുന്നോളും. നാണവും മാനവും ഉളുപ്പും ഒന്നും അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തത് കൊണ്ട് സേഫാ. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോഴാണ് ഈ മാപ്പപേക്ഷ കൊടുത്ത് താണുകേണ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ സവാർക്കറുടെയും കൂട്ടരുടെയും അനുയായികളായിട്ടുള്ള നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷത്തിന് ഇന്ന് ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയില്ല. ഉത്തരം പൊട്ടിക്കുന്ന വമ്പൻ കൂടിയ ചോദ്യങ്ങളൊക്കെയാണ് അവിടെ ചെന്ന് ചോദിക്കുന്നതെന്നാണ് സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. വായിന്ന് വരുന്നതൊക്കെ ശുദ്ധ അബദ്ധങ്ങളായിരിക്കും. എന്നാലും അതിന് മറുപടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും കാണിക്കണ്ടേ? അത് കഴിഞ്ഞ് പൊട്ടാസ് പൊട്ടിക്കാൻ തുടങ്ങിയാ പോരെ? ഏതായാലും ബ്രിട്ടാസ് സഖാവിന് രാജ്യസഭയിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലും എനിക്കും സന്തോഷമുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ. അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. അങ്ങേരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് വൻ ഫ്ലോപ്പാണ്. അത് പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മുടെ സംശയം. എന്തുകൊണ്ട് ബ്രിട്ടാസിന്റെ ദുഃഖം ഡെബിളെ റഹീമിന്റെയും DYFIയുടെയും ദുഃഖമാകുന്നില്ല? താത്വിക തലത്തിൽ പോലും പുള്ളിയെ ന്യായീകരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് കഷ്ടം.
ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ ആരുടെയൊക്കെ ആട്ടും തുപ്പുമാണ് ബ്രിട്ടാസ് ഏറ്റുവാങ്ങുന്നത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ഏതെങ്കിലും സൈദ്ധാന്തികന്മാരെ പുള്ളിക്ക് വേണ്ടി രംഗത്തിറങ്ങി ഞാൻ വിചാരിച്ചു. പക്ഷെ അതും ഉണ്ടായില്ല. കാരണം വെച്ചാൽ സൈദ്ധാന്തികന്മാർക്ക് ഇയാളെ ഇഷ്ടമല്ല. യവനൊരു വാവുളിയനാണ്. പിണറായി വിജയന്റെ കാല് പിടിച്ച് പാർലമെന്റ് മെമ്പറായവനാണ്. ഇങ്ങനെയുള്ള ഇത്തിക്കണ്ണികളാണ് പാർട്ടിയെ നശിപ്പിച്ചത് എന്നാണ് പാർട്ടിക്കാരുടെ ഇടയിൽ പൊതുവെയുള്ള അഭിപ്രായം. പക്ഷെ അവരതങ്ങനെ പുറത്തു പറയാറില്ല എന്ന് മാത്രമേ രഹസ്യമായിട്ട് നമ്മളോടൊക്കെ പറയും. അല്ല, പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. കേരളത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്ക് ലിസ്റ്റിനെ ഉടലോടെ പൊക്കിയെടുത്ത് ഉയിര് കൊടുത്ത് ഉലകാകെ ഞാൻ പടർത്താമെന്ന മട്ടിലാണ് ഇപ്പോൾ ബ്രിട്ടാസിന്റെ പ്രവർത്തനങ്ങൾ. കുറച്ച് തരി ഇവിടെ ബാക്കിയുണ്ടായിരുന്നു, അതും കെട്ട് ആവിയായ അവസ്ഥയിലാണ് ഇപ്പൊ പ്രസ്ഥാനം. എന്നിട്ടും എന്തിനാണ് ഇങ്ങേരൊക്കെ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി.